ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാ അമ്മാ ബഅദ്. തിരുജനനം ഒരു പഠനം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ജനനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനമാസമായ റബീഉൽ അവ്വലിനെ കുറിച്ചോ ജനന ദിവസമായ തിങ്കളാഴ്ചയെക്കുറിച്ചോ മാത്രം ചർച്ച ചെയ്താൽ മതിയാവുകയില്ല. ആ ചർച്ച തുടങ്ങേണ്ടത് ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ ഖുദ്റത്തിലും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിലായിരുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് തുടങ്ങണം. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അഖ്ബിർനി അൻ അവ്വലി ഷൈഇൻ ഖലഖഹുല്ലാഹു തആല ഖബ്ലൽ അഷ്യാ. ഹബീബായ നബിയെ, ഈ പ്രപഞ്ചം അള്ളാഹു പടക്കുന്നതിന് മുമ്പ് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് എന്താണ്? യാ ജാബിർ, ഇന്നല്ലാഹ തആല ഖലഖ ഖബ്ലൽ അഷ്യാഇ നൂറ നബിയിക്. ജാബിറെ, നിന്റെ പ്രവാചകനായ എൻ്റെ പ്രകാശത്തെയാണ് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയാണ്. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അരികിൽ വിളിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ ഉമറു അതദ്രി മൻ അന? ഉമറെ, ഞാൻ ആരാണെന്ന് നിനക്കറിയുമോ? അനല്ലദീ ഖലഖഹുല്ലാഹു തആല ഖബ്ല കുല്ലി ഷൈഇൻ നൂരി. എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു എൻ്റെ പ്രകാശത്തെ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ പ്രകാശം അള്ളാഹുവിൻ്റെ സവിധത്തിൽ സുജൂദിലായി കിടന്നിട്ടുണ്ട്. ഉമറെ, ഒരു സുജൂദിൻ്റെ ദൈർഘ്യം എത്രയാണെന്നറിയുമോ? 700 വർഷമായിരുന്നു ഒരു സുജൂദിൻ്റെ ദൈർഘ്യം. ആദ്യമായി റബ്ബിന് സുജൂദ് ചെയ്തത് എൻ്റെ പ്രകാശമാണ്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറെ ബഹുമതികളേറിയ അർശിനെയും കുർസിയിനെയും സൃഷ്ടിച്ചത് എൻ്റെ പ്രകാശത്തിൽ നിന്നാണ്. എൻ്റെ പ്രകാശത്തിൽ നിന്നാണ് ജിബീലടക്കമുള്ള അനേക കോടി മലക്കുകളെ അള്ളാഹു സൃഷ്ടിച്ചത്. ലൗഹും കലമും ലോകവിജ്ഞാനീയങ്ങളും അതുപോലെ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള ഈമാനിക പ്രഭയും, അങ്ങനെ തുടങ്ങി ലോകത്തുള്ള അള്ളാഹുവിൻ്റെ എല്ലാ ബഹുമതികളും അള്ളാഹു സൃഷ്ടിച്ചത് എൻ്റെ പ്രകാശ കിരണങ്ങളിൽ നിന്നുള്ള ഒരു അംശത്തിൽ നിന്നാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇൻഷാ അല്ലാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രകാശത്തെക്കുറിച്ചും ആ പ്രകാശം സഞ്ചരിച്ച പാതകളും ആമിന ബീവിയുടെ ഉദരത്തിലൂടെ ഈ ഭൗമലോകത്തിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദയം ചെയ്ത സമയവും അന്നും അതിനു മുമ്പും അതിനു ശേഷവും ഉണ്ടായ അത്യത്ഭുതകരമായ സംഭവങ്ങളും എല്ലാം നമുക്ക് വിശദമായി പഠിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മൻഖൂസ് മൗലിദിലൂടെ പറയുകയാണ്, സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന് എത്രയോ മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തെ അള്ളാഹു പ്രകാശിപ്പിച്ചു. അള്ളാഹു ഇവിടെ സൃഷ്ടിച്ചു. ആ പ്രകാശം ആദം നബി വഴി സംശുദ്ധമായ പരമ്പരകളിലൂടെ മക്കയിൽ ഉദയം ചെയ്തു. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ മൻഖൂസ് മൗലിദും മറ്റു ചരിത്ര ഗ്രന്ഥങ്ങളും മുൻനിർത്തി നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ ഉമ്മത്തീങ്ങളിൽ അല്ലാഹു നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.